Hi everyone, welcome you all to the class of income tax. Today we are moving to the last portion of our first module. The topic is tax rates. First we have to study the tax rate of individuals. നമ്മൾ ഇൻഡിവിജ്വൽസിൻ്റെ ടാക്സ് റേറ്റ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്ക്. The tax liability is calculated on the basis of total income. We already studied the concept total income. Total income means the amount after deducting the deductions under section 80C to 80U from gross total income. Gross total income നിന്നും deductions under section 80C to 80U deduct ചെയ്യുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ total income എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻകത്തിൻ്റെ ബേസിലാണ് നമ്മൾ ടാക്സ് റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസിന് സ്ലാബ് റേറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സ്ലാബ് റേറ്റ് എന്ന് പറയുമ്പോൾ കുറഞ്ഞ ഇൻകം ഉള്ള ആൾക്ക് കുറഞ്ഞ ടാക്സ്, കൂടിയ ഇൻകം ഉള്ള ആൾക്ക് കൂടിയ ടാക്സ്. നമ്മൾ സ്ലാബ് റേറ്റ് ആണ് ഇനി പറയുന്നത്. ടോട്ടൽ ഇൻകം അപ് ടു ₹2,50,000 ടാക്സ് ഈസ് നിൽ. If the total income is between 2,50,000 to 5 lakh, the rate is 5%. Total income between 5 lakh to 10 lakh, tax rate 20%. Above 10 lakh, it is 30%. 2,50,000 വരെയാണ് ടോട്ടൽ ഇൻകം എങ്കിൽ ടാക്സ് നില്ലായിരിക്കും. 2,50,000 മുകളിൽ 5 lakh വരെ ടാക്സ് റേറ്റ് 5% ആയിരിക്കും. 5 lakhന് മുകളിലോട്ടുള്ള ഇൻകത്തിന് അപ് ടു 10 lakh വരെ 20% ആയിരിക്കും. എബവ് 10 lakh ഉള്ള ടോട്ടൽ ഇൻകത്തിന് ടാക്സ് റേറ്റ് 30% ആയിരിക്കും. മറ്റൊരു കാര്യമുള്ളത്, ഈ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് അപ് ടു 60 years വരെയുള്ള ഇൻഡിവിജ്വൽസിനാണ്. 60 വയസ്സിൽ താഴെയുള്ള ഇൻഡിവിജ്വൽസിനാണ് ഈ ടാക്സ് റേറ്റ് ആപ്ലിക്കബിൾ ആകുന്നത്. 60 വയസ്സിന് മുകളിലുള്ളവരെ നമ്മൾ സീനിയർ സിറ്റിസൺ എന്ന് പറയും. അവരുടെ ടാക്സ് റേറ്റ് ഇനി പറയുന്നതാണ്. ടോട്ടൽ ഇൻകം അപ് ടു 3 lakh, ടാക്സ് റേറ്റ് ഈസ് നിൽ. 3 lakh to 5 lakh, tax rate 5%. 5 lakh to 10 lakh, it is 20%, and above 10 lakh, the tax liability is 30%. 30% of total income is the tax rate. Next category is individuals above 80 years. Above 80 years, we call it is a super senior citizens. For them, total income up to ₹5 lakh, tax rate is nil. From 5 lakh to 10 lakh, tax rate is 20%, and above 10 lakh, tax rate is 30%. Next is ടാക്സ് റേറ്റ് മാത്രമല്ല കുറച്ച് അഡീഷണൽ ചാർജസും കൂടി വരാറുണ്ട്. അതിൽ ഒന്നാമത്തെ അഡീഷണൽ ചാർജാണ് സർചാർജ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽസിന് സർചാർജ് ചാർജ് ചെയ്യുന്നത് ടോട്ടൽ ഇൻകം 50 lakhൽ കൂടുതലാണെങ്കിൽ, ഇഫ് ടോട്ടൽ ഇൻകം ഈസ് എബവ് 50 lakh, 10% ഈസ് ദി സർചാർജ്. ഇഫ് ടോട്ടൽ ഇൻകം ഈസ് എബവ് 1 crore, 15% ഈസ് സർചാർജ്. അപ്പോൾ ടോട്ടൽ ഇൻകം 50 lakhന് കൂടുതൽ വരികയാണെങ്കിൽ മാത്രമാണ് സർചാർജ് ആപ്ലിക്കബിൾ ആകുന്നത്. അല്ലാത്തവരുടെ കേസിൽ നില്ലായിരിക്കും. അടുത്ത ഒരു എക്സ്ട്രാ ചാർജും കൂടിയുണ്ട്. അതാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഈ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത് 4% ഓഫ് ടാക്സ് ആണ്. സെസ്സിൻ്റെ പ്രത്യേകത ടാക്സ് ഓൺ ടാക്സ് ആണ്. അതായത് ഇവിടെ 4% ഓഫ് ടോട്ടൽ ഇൻകം അല്ല. നമ്മൾ ആദ്യം ടാക്സ് ലയബിലിറ്റി നേരത്തെ പറഞ്ഞ സ്ലാബ് റേറ്റ് വെച്ച് കണ്ടുപിടിക്കും. എന്നിട്ട് ആ ടാക്സിൻ്റെ 4% ആണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ എസ്. ഇത് ഇൻഡിവിജ്വലിന് മാത്രമല്ല, ഫേം ആണെങ്കിലും കമ്പനി ആണെങ്കിലും അങ്ങനെ എല്ലാ എസ്.ക്കും ഈ സെസ് ആപ്ലിക്കബിൾ ആയിരിക്കും. ഇതിന് ടോട്ടൽ ഇൻകത്തിൻ്റെ ഒരു ബേസ് ഒന്നും വെച്ചിട്ടില്ല, അതായത് ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല. എല്ലാ ആൾക്കാർക്കും എത്ര ഈ ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിലും ടാക്സ് അടയ്ക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ബാധകമായിരിക്കും. Next is partnership firms. Partnership firms or LLP. LLP means Limited Liability Partnership. Here the tax rate is 30%. ഇവിടെ സ്ലാബ് റേറ്റ് ഒന്നുമില്ല, ഫ്ലാറ്റ് റേറ്റ് ആണ്. ഒറ്റ ടാക്സ് റേറ്റ് മാത്രമേ ഉള്ളൂ. എത്രയാണോ നെറ്റ് പ്രോഫിറ്റ് അതിൻ്റെ 30% ആയിരിക്കും ടാക്സ് ലയബിലിറ്റി. സർചാർജ് ഉണ്ട്. സർചാർജ് ആപ്ലിക്കബിൾ ആകുന്നത് ഇഫ് ടോട്ടൽ ഇൻകം ഈസ് മോർ ദാൻ 1 crore, 12% ഓഫ് സർചാർജ്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%.
Next is local authority. Here also the tax rate is 30%, surcharge 12% if total income is more than 1 crore, and health and education cess 4%. Next, cooperative society up to rupees 10,000, the tax rate 10%, 10,000 to 20,000 20%, and above 20,000 rate is 30%. Here also the surcharge is applicable if the total income is more than 1 crore, the rate is 12%. Next, health and education cess 4%. Next, company. Here the company is categorized into two, domestic company and foreign company. In the case of domestic company, if the turnover or gross receipt during previous year 2017-18 does not exceed 400 crore, the rate is 25%. Any other domestic company, tax rate 30%. Surcharge is also applicable if total income up to between 1 crore to 10 crore, tax rate 7%, and total income above 10 crore, surcharge 12%. Health and education says 4%. Next, in the case of foreign company, royalty received from government or Indian concern or fees for rendering technical services where such agreement has in either case been approved by central government 50%. Certain types of companies the tax rate is 50%. Any other income 40%. Here also surcharge is there. If total income between 1 crore to 10 crore, tax rate 2%, and above 10 crore, surcharge 5%. Health and education cess 4%. Next, it is a concept, average rate of tax. The average rate of tax is find out by dividing the total tax liability with the total income. First, we find out the tax on total income, and it is divided by total income during previous year into 100. The slab rates are applicable to individuals and HUF only. Therefore, we can find out a single rate. That single rate is called average rate of tax. Next is a maximum marginal rate. Maximum marginal rate means the highest slab rate. In most of the cases, the highest slab rate becomes 30%. In the case of foreign companies only, the tax rate is 40% or 50%. The maximum marginal rate, its meaning is the rate of tax applicable to the highest slab of income specified in the Finance Act each year. Finance Act means every year the government announced the budget. That budget is called Finance Act. Okay, thank you. Here our first module ends.